നമസ്കാരം. ആഫ്രിക്ക അതിവേഗം ആഗോള ജിഹാദിന്റെ പുതിയ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചന. ഐസിസ്, ബൊക്കോ ഹറാം, അൽ ഖയ്ദ എന്നീ ഭീകര സംഘടനകളുടെ സെല്ലുകൾ ഭൂഖണ്ഡത്തിലുടനീളം ശക്തി പ്രാപിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. ഒരു കാലത്ത് മരുഭൂമികളിലും കാടുകളിലും മാത്രം ഉണ്ടാകുമായിരുന്ന കലാപങ്ങൾ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ബൊക്കോ ഹറാം, അൽ ഷബാബ്, ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം, വോൾ മുസ്ലിമിൻ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾ വൻതോതിലുള്ള അക്രമങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരം തീവ്രവാദി ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണങ്ങളിൽ 18,900 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിവേഗ ഇടപെടലുകൾ അന്താരാഷ്ട്ര സമൂഹം നടത്തിയില്ലെങ്കിൽ ആഗോള ഭീകരവാദം വീണ്ടും അതിശക്തമാകും. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വാർഷിക മരണസംഖ്യ 2019-നും 2021-നും ഇടയിലുള്ളതിനേക്കാൾ ശരാശരി 1/3 കൂടുതലാണ്. നിരവധി ഇരകളെ ബോംബെറിഞ്ഞോ തലയറുത്തോ കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിയോ ആണ് ഇവർ കൊന്നു തള്ളുന്നത്. വിവിധ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ക്രൂരമായ ബലാത്സംഗങ്ങൾ, പരസ്യ വധശിക്ഷകൾ, നിർബന്ധിത വിവാഹങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. സൈന്യത്തെ സഹായിച്ചുവെന്നാരോപിച്ച് മാലിയിൽ ജിഹാദികൾ ടിക്ടോക്കർ മറിയം എന്ന യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. ആഫ്രിക്കയിലെ ജിഹാദിസ്റ്റുകളുടെ ശ്രദ്ധ 3 പ്രധാന മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സഹേൽ, സൊമാലിയ, ലേക്ക് ചാഡ് ബേസിൻ, ബുർക്കിന ഫാസോ, മാലി, നൈജർ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സഹേലിലാണ് ഇവയിൽ പകുതിയിലധികം കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. അൽ ഖയ്ദയുടെ പ്രധാന ആഫ്രിക്കൻ ശൃംഖലകൾ സൊമാലിയയിലെ അൽ ഷബാബും സഹേലിൽ JNIM എന്നറിയപ്പെടുന്ന ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൾ മുസ്ലിമുമാണ്. പശ്ചിമ ആഫ്രിക്കയിലെ പ്രവിശ്യകളുടെ ഒരു ശൃംഖലയിലൂടെയാണ് ഐസിസ് പ്രവർത്തിക്കുന്നത്. സാഹേൽ, മൊസാംബിക്, സൊമാലിയ, ലിബിയ എന്നിവിടങ്ങളിലാണിത്. നൈജീരിയയിൽ യഥാർത്ഥ ബൊക്കോ ഹറാം പ്രസ്ഥാനം ഇപ്പോൾ സർക്കാരുകളോടും പരസ്പരം പോരടിക്കുന്ന 2 വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു. 2017 രൂപീകരിച്ച അൽ ഖയ്ദയുടെ അനുബന്ധ സംഘടനയായ JNIM പശ്ചിമാഫ്രിക്കയിലെ ഏറ്റവും അപകടകാരിയായ വിമത ശക്തിയായി വളർന്നു. ഒരിക്കൽ മാലിയിലും അയൽ സംസ്ഥാനങ്ങളിലും വെവ്വേറെ പ്രവർത്തിച്ചിരുന്ന പഴയ ജിഹാദി സംഘടനകളെ ഇത് ഒരുമിച്ച് കൊണ്ടുവരുന്നു. JNIM-ന് മാലി, ബുർക്കിന ഫാസോ, നൈജർ, ബെനിൻ, ടോങ്കോ തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങളിലായി ഏകദേശം 6000 അണികളാണ് ഇവർക്കുള്ളത്. വൻ റാക്കറ്റുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വിദേശ സൈനികരെ തുരത്തുക, സഹേലിയൻ സർക്കാരുകളെ അട്ടിമറിക്കുക, സഹാറ മുതൽ അറ്റ്ലാന്റിക് തീരം വരെ ഇസ്ലാമിക നിയമത്തിന്റെ വ്യാഖ്യാനത്താൽ ഭരിക്കപ്പെടുന്ന ഒരു പ്രദേശം നിർമ്മിക്കുക എന്നിവയാണ് JNIM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഇവർ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുകയും ചെറിയ പട്ടണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ പ്രാദേശിക നേതാക്കളുമായുള്ള കരാറുകൾ വിച്ഛേദിക്കുകയും ചിലപ്പോൾ എതിർക്കുന്ന മുഴുവൻ ഗ്രാമങ്ങളെയും തുടച്ചു നീക്കുകയും ചെയ്യുന്നു. ഈ വർഷം ജൂണിൽ മാലിയിലെ ബൗൾക്കേസിയിലെ ഒരു സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം JNIM ഏറ്റെടുത്തിരുന്നു. 100-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഇവർ സാധാരണക്കാരെയും നിരന്തരമായി കൊലപ്പെടുത്തുന്നത് പതിവാണ്. ബുർക്കിന ഫാസോയിൽ 2024 ഇസ്ലാമിക ആക്രമണത്തിൽ 6300-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് സഹേലിൽ ആകെയുള്ളതിന്റെ 3/5 ഭാഗമാണ്.